ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്ക് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഈ പാൽക്കാലം സഹായിച്ചു. ഒരു വാക്യം വായിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22, 21, 22, 23 പകുതി ഭാഗങ്ങൾ. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവൻ്റെ വായിൽ നിന്നും ഉപദേശം കൈക്കൊള്ളുക, അവൻ്റെ വചനങ്ങളെ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സ്വർഗീയ പിതാവേ, അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം, അതേ ആത്മാവിൽ ഞങ്ങൾ ചിന്തിപ്പാൻ പഠിപ്പാൻ ദൈവം സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആശ്വാസമായി തീരുവാൻ, ഒരു വിടുതലാകുവാൻ ദൈവം സഹായിക്കണമേ. മാനവും മഹത്വവും യേശു ക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 പകുതി വരെയാണ് വായിച്ചത്. അപ്പോൾ സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ എവിടെ തിരിയണം? സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നാം മനസ്സിലാക്കണം, നാം എവിടെ തിരിഞ്ഞിട്ടില്ല? ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പം നാം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? അഭിവൃദ്ധി ഉണ്ടാകും. ഇനി ചിലപ്പോൾ ഞെരുക്കമായിരിക്കാം, കഷ്ടമായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. എന്നാൽ തിരിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്ക പുള്ളിക്ക് എന്തില്ല? മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്ക പുള്ളിക്ക് എന്തില്ല? മാറ്റമില്ല. നാം തിരിയാനുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കാൻ, അതിനാൽ നിനക്ക് നന്മ വരും. അപ്പം ഒന്ന് നാം ദൈവവുമായിട്ട് ഇണങ്ങണം. 91-ാം സങ്കീർത്തനത്തിലെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അപ്പം നന്മ വരണമെങ്കിൽ, നാം നന്മ പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? സമാധാനമുണ്ടായിരിക്കണം. സമാധാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒന്നാണ് സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാര, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. നമ്മുടെ അകത്തെന്ത് വേണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അപ്പോൾ അത് ഗലാത്യർ 5:22-23 ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക. അപ്പം നാം ദൈവവുമായിട്ടൊരു ഇണക്കമുണ്ടായിരിക്കണം. പിണങ്ങിയിരുന്നാൽ നടക്കത്തില്ല. നാം ഇണങ്ങിയിരിക്കണമെന്നാണ്. നാം ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. അപ്പം നാം ആരോട് ഇണങ്ങിയിരിക്കണം? ദൈവത്തോട് ഇണങ്ങിയിരിക്കണം. ദൈവത്തോട് ഇണങ്ങിയിരുന്നാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് എന്ത് വരും? നന്മ വരും. നന്മ വേണമെങ്കിൽ, നാം നന്മ പ്രാപിക്കണമെങ്കിൽ നാം ദൈവവുമായിട്ട് ഇണങ്ങി സമാധാനമായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും? നന്മ വരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന മലയാളം ബൈബിളാണ്. ഹോശാന ഇതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജിമ ഈ ഹീബ്രു അല്ലെങ്കിൽ ശരിക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്ന POC ആണ്. POCയിലാണ്. അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ പോകണം.
പ്രൈസുകളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം സത്യവേദ പുസ്തകം അതിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യവേദ ഇതെന്ന് മനസ്സിലാകാത്ത ഞാൻ PSC നോക്കും. പ്രൈസുകളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുന്ന വാക്കാലം നാം ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നന്മ തരും. നന്മ വേണ്ടേ? നന്മ വേണമെങ്കിൽ നാം ദൈവത്തോട് ഇണങ്ങിയിരിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. അനേകര് ദൈവത്തെ വിട്ട് മാറുന്നത് കൊണ്ടാണ് നന്മ ലഭിക്കാത്തത്. അപ്പോൾ നന്മ ലഭിക്കണമെങ്കിൽ ഇണങ്ങി സമാധാനമായിരിക്കണം. നമുക്ക് ഒരു വാക്യം വായിക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യം.